എമ്പുരാൻ ഗോദ്രാവധത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി അവിടെ അപമാനിക്കാം. ആ അപമാനം ചിലരെ വല്ലാതെ സന്തോഷിപ്പിക്കും. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നതിലപ്പുറം ഇവരെ ഭയപ്പെടുത്തുന്നത്, ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് അയാൾ ഒരു RSS കാരനാണ്, ഒരു BJP കാരനാണ് എന്നുള്ളതാണ് പലരെയും ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കും. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പറയണം, മോശം കാര്യങ്ങൾ നിങ്ങൾ പറയണം, നട്ടാ കുരുക്കാത്ത നുണ നിങ്ങൾ പറയണം, അതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അതിന്റെ പേരാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇപ്പൊ സാറ് തന്നെയാണ് എനിക്ക് ആ ഇൻഫർമേഷൻ, ഞാൻ നേരത്തെ മീഡിയ മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പരിധി വരെയുള്ള ഇൻഫർമേഷൻ എനിക്ക് തന്നത് സാറാണ്. 2018 ഹരീഷ് എന്ന് പറയുന്ന മീശ നോവല് മാതൃഭൂമിയുടെ വാരികയിൽ എഴുതിയ ഹരീഷിന് 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കൊടുത്തു. ഹിന്ദു സ്ത്രീകളെ അപമാനിച്ച ഹരീഷിന് സാഹിത്യ അക്കാദമി പുരസ്കാരം കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. 2020 പിണറായി സർക്കാരാണ്. ഇത് മറ്റാരെങ്കിലും ചെയ്തിരുന്നു എങ്കിൽ കേരളം കത്തിച്ചേനെ. കേരളത്തിലെ മലയാളി സ്ത്രീകൾ, കേരളത്തെ കുറിച്ച് തന്നെയാണ് അപമാനിച്ചിരിക്കുന്നത്. മലയാളി സ്ത്രീകൾ കുളിച്ച് വൃത്തിയായിട്ട് വെടിപ്പായിട്ട് അമ്പലങ്ങളിൽ പോകുന്നത് അവിടുത്തെ പൂജാരിമാരെ നമ്പൂതിരിമാരെ കാണാൻ വേണ്ടിയാണെന്നുള്ള കേരളത്തെ അപമാനിക്കുന്ന ഏറ്റവും വലിയ, അതിനെതിരെ ഒരൊറ്റ വാക്ക് ഇത് വേറെ ഏതെങ്കിലും സമുദായത്തിലെയോ ഈ ആളുകളാണ് ഈ ഹിന്ദു മുസ്ലിം ബന്ധത്തെ വഷളാക്കുന്നത്. ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ല. ഒരു മുസൽമാൻ വന്നിട്ട് ഇങ്ങനെ നടന്നിട്ടില്ല, ഇങ്ങനെയാണ് പ്രശ്നം, ഞങ്ങളുടെ സമുദായത്തെ അപമാനിച്ചു, അല്ലെങ്കിൽ ഒരു ഹിന്ദു വന്ന് ഇങ്ങനെ പറയില്ല. ഇത് പ്രശ്നം റേറ്റിംഗ് കൂട്ടാനിരിക്കുന്ന കുറെ എണ്ണമുണ്ട്. വിവരം എന്ന് പറയുന്നത് അടുത്തുകൂടി പോകാത്ത കുറെ എണ്ണം. ഇതിന്റെ വസ്തുതകൾ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത മാത്രമല്ല ഹിന്ദു വിരുദ്ധതയും അത് അജണ്ടയുടെ ഭാഗം കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.